അമേരിക്കൻ ചരിത്രത്തിലെ പരാജയം സമ്മതിച്ച ഏക യുദ്ധമായി ഇറാൻ അമേരിക്ക യുദ്ധം മാറിയിരിക്കുകയാണ് എന്ന് അമേരിക്കൻ പത്രമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് ആണവ കരാറുകളിൽ എല്ലാം ഒഴിവാക്കി ഹോർമസ് കടലെടുക്ക് തുറക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാം, ഇറാനുമായി ഒരു യുദ്ധവുമില്ല, എല്ലാം വിഡ്രോ ചെയ്യാം എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അളിയൻ എന്തിനാണ് ഈ പണിക്ക് പോയത് എന്നാണ് ഇപ്പോൾ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്ന ഒരാളുടെ വാക്ക് കേട്ട് എന്തിനാണ് ഈ പണിക്ക് പോയത്? ഇറാനുമായി വേണ്ടാത്ത ഒരു യുദ്ധത്തിന് പോയത്. ഇറാൻ അമേരിക്കക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. ഇസ്രയേലിന്റെ സംരക്ഷണം, സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് വേണ്ടാത്ത കാര്യത്തിന് യുദ്ധത്തിന് പോയതാണ് അമേരിക്കക്ക് പറ്റിയിരിക്കുന്ന വലിയ അബദ്ധം. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഇറാനുമായി ഒരിക്കലും ആണവ കരാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുടെയും ആവശ്യമില്ല. ഞങ്ങൾ യുദ്ധം നിർത്തിക്കോളാം, ഇറാൻ ഹോർമുസ് കടലെടുക്ക് തുറന്നാൽ മതി എന്ന് ഔദ്യോഗികമായി അമേരിക്ക പറഞ്ഞു എന്നാണ് ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇറാൻ ആവട്ടെ ഇപ്പോൾ ജയിച്ചിരിക്കുന്ന രാഷ്ട്രം എന്ന നിലയിൽ ഒന്നുകൂടെ ഡിമാൻഡ് ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ തന്നെ പറയുന്നത് ഇറാൻ ഒന്നുകൂടെ കടുത്ത ഉപാധികൾ മുന്നോട്ട് വെച്ചു എന്നാണ്. ഹോർമുസ് കടലെടുക്ക് തുറക്കുക എന്ന പരിപാടിയില്ല. 40 വർഷത്തിനിടെ അമേരിക്ക എന്തെല്ലാം ഉപരോധങ്ങൾ വെച്ചിട്ടുണ്ടോ സകലതും എടുത്തു മാറ്റിയെങ്കിലേ ഹോർമുസ് കടലെടുക്ക് തുറക്കുകയുള്ളൂ. ഇറാൻ ഇപ്പോൾ ഊർജ്ജ കയറ്റുമതിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എല്ലാം നീക്കണം, അതുപോലെ തന്നെ കപ്പലുകൾ ഉപരോധിക്കുന്നത് എല്ലാം ഒഴിവാക്കണം, അമേരിക്ക പ്രദേശത്ത് നിന്ന് പൂർണ്ണമായും അവരുടെ സൈന്യങ്ങളെ വിത്ഡ്രോ ചെയ്യണം എന്ന് ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ പുതിയ ഒരു കാര്യവും കൂടെ പറഞ്ഞിരിക്കുന്നത്, ധാരണാപത്രം ഒപ്പുവെച്ചതിന് ശേഷം അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ, ആ ധാരണാപത്രം ലംഘിച്ചതിന്റെ പേരിൽ ആ ആക്രമണങ്ങളിൽ ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾ എന്താണോ അതിനുള്ള നഷ്ടപരിഹാരം വേണം. മാത്രമല്ല ഞങ്ങളുടെ മരവിപ്പിച്ച ഫണ്ടുകൾ എല്ലാം തിരിച്ചു കിട്ടണം, എങ്കിലേ ഹോർമുസ് കടലെടുക്ക് തുറക്കുകയുള്ളൂ എന്ന് വ്യക്തമായി ഇപ്പോൾ ഇറാൻ പറഞ്ഞു. ഇറാൻ ഇപ്പോൾ അത് പറയാം, കാരണം അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് തുറക്കാൻ പോലും കഴിയാതെ വളരെ ദാരുണമായ ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് തന്നെ പോയിരിക്കുകയാണ്. ട്രംപിന് മാനസികമായി എന്തെങ്കിലും സംഭവിക്കുമോ എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്ത കാര്യം. നോക്കൂ നിങ്ങൾ, ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ലോകത്തെയൊക്കെ എന്റെ കൈകൊണ്ട് ഇങ്ങനെ കറക്കും എന്ന രീതിയിലൊക്കെ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ട്രംപ് എന്നറിയാം. പക്ഷെ ഇന്ന് ലോകത്ത് ഏറ്റവും വാക്കിന് വിലയില്ലാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ ട്രംപായി മാറിയിരിക്കുകയാണ്. അമേരിക്ക എന്നറിയപ്പെടുന്നത് ലോകത്തെ വിറപ്പിക്കുന്ന ശക്തിയാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. അമേരിക്കക്ക് ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന നഗ്ന സത്യം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. അമേരിക്കയുടെ ആയുധങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ട് എന്ന് വാർത്ത പുറത്തു വരുന്നു. ട്രംപ് ആരാണിത് ചോർത്തിയത് എന്നാണ് ചോദിക്കുന്നത്. കാര്യം ഉള്ളിൽ തന്നെ അത് ചോർത്താൻ ആളുകളുണ്ട്. കാരണം ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളോട് പൂർണ്ണമായും അംഗീകരിക്കുന്നവരല്ല അമേരിക്കൻ സൈന്യത്തിലുള്ള സൈനിക മേധാവികളിലുള്ള പലരും. അതേസമയത്ത് ഇസ്രായേലിന്റെ ലോബിയാണ് ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെ പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്നതിലപ്പുറം ഇസ്രായേൽ അതിനുവേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. നോക്കൂ നിങ്ങൾ, സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങൾ അവർക്ക് മറ്റൊരു വഴിയില്ലാതെ പോയിരിക്കുകയാണ്. അമേരിക്കയുടെ മേൽ സെക്യൂരിറ്റി ഏൽപ്പിച്ചു. ഇപ്പോൾ അമേരിക്കക്ക് സ്വന്തം സെക്യൂരിറ്റി തന്നെ നിർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അവരൊക്കെ വേറെ വഴികളെ കുറിച്ച് ആലോചിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളുമുണ്ട് 6 ഡേ വാർ. മാത്രമല്ല അമേരിക്കയാണ് തരിപ്പണമാക്കും ഇറാനെ. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പിന്നോട്ട് നിൽക്കുന്നത് നോക്കേണ്ട, അത് കൂടുതൽ തിരിച്ചടിക്കാനുള്ള അമേരിക്കയുടെ തന്ത്രമാണ് എന്നൊക്കെ ചിന്തിച്ചു പോയ ചില സാധുക്കൾ പലയിടങ്ങളിൽ കാണാൻ സാധിക്കും. ആ 6 ഡേ വാറിന്റെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് ലോകം ഇപ്പോൾ പറയുന്നു. ഗസയിലെ ഒരു ഗ്രാമത്തോട് യുദ്ധം ചെയ്ത് 2 വർഷം പെടാപാട് വിട്ട് അവസാനം സന്ധിയിലൂടെ പിന്മാറാനേ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുള്ളൂ. ഹിസ്ബുള്ളക്ക് മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുപോലെ തന്നെ യമനിലെ ഹൂത്തികൾക്ക് മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്ന് പറഞ്ഞാൽ ആ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. പുതിയ മിഡിൽ ഈസ്റ്റിന്റെ പ്ലാൻ വരച്ചിരിക്കുന്നത് മറ്റാരൊക്കെയാണ്. എന്തായാലും പുതിയ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഉണ്ടായി എന്നത് ശരി തന്നെയാണ്. പക്ഷേ ട്രംപും നെതന്യാഹുവും ആഗ്രഹിച്ച പോലെയല്ല. ഇപ്പോഴാണ് നെതന്യാഹുവിന് നെഞ്ചിടിപ്പ് വരുന്നു. അമേരിക്കയെ വിളിച്ചാൽ, അമ്മാവനെ വിളിച്ചാൽ കാര്യങ്ങൾ ശരിയാകും, അമ്മാവന് കൂടി തന്നാൽ ഇറാന് ഒന്നാകെ ഇല്ലാതാക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അമ്മാവൻ ഇപ്പോൾ സഹിക്കാൻ കഴിയാതെ പിൻവാങ്ങുന്ന തലങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കാരണം അപ്പുറത്ത് അമേരിക്കയിൽ നിന്ന് ഈ പരാജയത്തിന്റെ പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്യേണ്ട വ്യക്തിയാണ് ട്രംപ്. അതുകൊണ്ട് ഇനിയും അവിടെ തന്നെ നിന്നാൽ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് സ്വന്തം തന്നെ പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോകേണ്ടി വരും. ഇറാൻ ഒന്ന് ഞങ്ങളോട് ദയ കാണിക്കണം എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തും. അതുകൊണ്ട് അത്രയും എത്തുന്നതിന് മുമ്പ് തൽക്കാലം വിടവാങ്ങലാണ് നല്ലത് എന്ന് ട്രംപ് തീരുമാനിക്കുന്നു. ഇവിടെയാണ് നെതന്യാഹുവിന് നെഞ്ചിടിപ്പ് കൂടുന്നത്. കാണാം വരാൻ പോകുന്ന നെതന്യാഹുവും ഇസ്രായേലിന്റെയും കാര്യം എവിടെയാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. എന്തായാലും ഇറാൻ ഒരു കാര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് എന്ന് പറയുന്നത് ഒരു ജലപാത മാത്രമല്ല, അത് തന്ത്രപരമായ ഒരു യുദ്ധമാകുന്നു. ഹോർമുസ് കടലെടുക്ക് അത് ഞങ്ങളുടെ യുദ്ധമാണ്, ഒരു തന്ത്രപരമായ യുദ്ധമാണ്. ആ തന്ത്രം ഞങ്ങൾ പിൻവലിക്കണമെങ്കിൽ, ആ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ വിരമിക്കണമെങ്കിൽ ട്രംപ് അടിയറ വെക്കണം. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കണം. മാത്രമല്ല ട്രംപ് ഏറെ ഭയപ്പെടാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്.
ഹോർമുസ് കടലിടുക്ക് മാത്രമല്ല ചെങ്കടലും ഊത്തികൾ അടക്കാൻ തുടങ്ങി. അതോടുകൂടെ ട്രംപിന്റെ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട്. കാരണം ഊർജ്ജ പ്രതിസന്ധി ഇനി ഉദ്ദേശിച്ചതിലപ്പുറം കുതിച്ചുയരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനിയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതല്ല എങ്കിൽ ലോകത്തിന് മുന്നിൽ ധീരമായി യുദ്ധം ചെയ്ത് അതൊക്കെ തുറന്നു കൊടുക്കാൻ ട്രംപിന് കഴിയണം. പക്ഷേ ട്രംപിന്റെ മിലിറ്ററിക്കും ട്രംപിന്റെ സൈനിക ശക്തിക്കും അതിന് സാധ്യമല്ല. ഈ ട്രംപാണ് വെനിസലയെ കീഴടക്കിയതിനു ശേഷം ഞങ്ങളുടെ കയ്യിൽ തന്ത്രമായ ആയുധമുണ്ട്, സോണിക് വെപ്പൺ ഉണ്ട്, അതങ്ങ് ഉപയോഗിച്ചാൽ എല്ലാം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് വലിയ വിടലൊക്കെ വിട്ട വ്യക്തിയാണ്. അത് കേട്ട് നെതന്യാഹുവിന്റെ ഫാൻസ് അസോസിയേഷനും അതുപോലെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അവിടെയൊന്നും കാര്യങ്ങളില്ല. കരയുദ്ധം ചെയ്തെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കരയുദ്ധത്തിന് ഇറാനിലേക്ക് ഇറങ്ങാൻ ധൈര്യമുള്ള ഒരു സൈനികരും അമേരിക്കയുടെ ഭാഗത്ത് ഇല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലേക്ക് കപ്പലും കൊണ്ടുപോകാൻ ധൈര്യമുള്ള ഒരു സൈനികരും അമേരിക്കയുടെ ഭാഗത്ത് ഇല്ല എന്ന് ബോധ്യപ്പെട്ട ലോക പോലീസിന് ഇത്രയും വലിയ ദൗർബല്യം ഉണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു മഹാ വ്യക്തിയാണ് ട്രംപ്. മാത്രമല്ല അത്തരത്തിലുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ്